മോഹൻലാൽ ഫേമസ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് അദ്ദേഹത്തെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് ചില ആളുകൾ കക്ഷി ചേരുന്നതെന്നും വേടൻ ഫേമസ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് നാട് വിടാൻ സാധ്യതയുണ്ടെന്നും ഇത് ഇരട്ട നീതി തന്നെയാണ് വളരെ കൃത്യമായി വ്യക്തമാക്കുന്നത്. ഈ വിഷയത്തിനകത്ത് വേടൻ കൃത്യമായി അക്കൗണ്ടബിലിറ്റി എടുക്കുകയും മീറ്റു പറഞ്ഞു വന്ന സെക്ഷൽ ഹറാസ്മെൻറ്റ് രീതിയിൽ അവർക്ക് പ്രശ്നങ്ങൾ അനുഭവിച്ചു എന്ന് പറഞ്ഞ ആ ആളുകൾക്ക് വേണ്ട നീതി വേടൻ്റെ ഭാഗത്ത് നിന്ന് കൊടുക്കേണ്ടതുണ്ട്. ഇത് സിസ്റ്റമിക് ആയിട്ടുള്ള പ്രഷർ, സിസ്റ്റമിക് ആയിട്ടുള്ള ഭരണകൂട ഭീകരത, ഇതൊക്കെ ഏതൊരു വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വന്നാലും അതിന് ഒരു റേപ്പ് കേസിലെ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കൂടി അയാളെ വെടിവെച്ച് കൊല്ലുകയോ ഉരുട്ടിക്കൊല ചെയ്യുക എന്നതല്ലല്ലോ. സംവരണത്തെക്കുറിച്ച് നമ്മൾ അഭിപ്രായം പറയുന്നത് തൊട്ടപ്പുറത്തെ വീട്ടിൽ ദളിതന് BMW കാറുണ്ട് എന്നത് വെച്ചുകൊണ്ടാണ്. എനിക്ക് MA സോഷ്യോളജിക്ക് 1ാം റാങ്ക് കിട്ടിയപ്പോൾ അതിനിടയിൽ വന്ന ആദ്യത്തെ ഒരു തെറി എന്ന് പറയുന്നത് കോളനി വേണമെന്നാണ്. അവർ പറഞ്ഞത് നിങ്ങൾ പ്രസവിക്കാൻ നിൽക്കരുത്, കാരണം നിങ്ങളുടെ ഗർഭപാത്രത്തിൽ ഒരു ദളിതൻ്റെ കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇത്ര ജനറേഷൻ പൊല്യൂട്ടഡ് ആവുമെന്നാണ് പറഞ്ഞ ഗർഭപാത്രം. അപ്പോൾ പഴയിടം മോഹനൻ നമ്പൂതിരി ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു എന്ന് അദ്ദേഹം പറയുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു മിനിസ്റ്ററാണ് ഉടനടി ചെന്ന് ആശ്വസിപ്പിക്കാൻ ചെന്നത്. ബാലുവിനെ ആശ്വസിപ്പിക്കാൻ ആര് ചെന്നു? ഇന്ത്യയുടെ ഒരു ഫാസിസ്റ്റ് നേച്ചറിൻ്റെ അകത്ത് ഇന്ത്യക്ക് എന്താണ് പ്രതിരോധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശക്തമായി അംബേദ്കറൈറ്റ് ആയിട്ടുള്ള പൊളിറ്റിക്സിനകത്തും അംബേദ്കറൈറ്റ് ആയിട്ടുള്ള പ്രതിരോധങ്ങൾക്കകത്തും മാത്രമാണ്. ദിനു വെയിലാണ് ഇന്ന് റിപ്പോർട്ടറിനൊപ്പം ചേരുന്നത്. സ്വാഗതം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വേടനെ കുറിച്ചിട്ടാണ്. അപ്പോൾ വേടൻ്റെ കേസുകൾ, ഇപ്പോൾ കഞ്ചാവ് കേസാണെങ്കിലും പുലിപ്പല്ല് കേസാണെങ്കിലും നമുക്കറിയാം നിയമപരമായി നോക്കുമ്പോൾ തെറ്റാണ്, അത് നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ മറ്റാരും വേട്ടയാടാത്ത തരത്തിൽ മറ്റാരും എന്താ പറയണ്ടേ ഈ കേസുകളൊക്കെ പെട്ട ആളുകളുള്ള സമീപനമായിരുന്നില്ല വേടനോടുള്ള സമീപനം. അപ്പോൾ വേടൻ്റെ കേസ് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും ഭയങ്കരമായിട്ടുള്ള പിന്തുണ കിട്ടുമ്പോഴും ഭരണകൂടമാണ് അദ്ദേഹത്തെ അവിടെ വേട്ടയാടിയിട്ടുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ വേടൻ്റെ ജാതി തന്നെയായിരിക്കില്ല അതിന് പ്രധാനപ്പെട്ട കാരണം. തീർച്ചയായിട്ടും ഇതിനൊരു ചരിത്രപരമായ ഒരു പശ്ചാത്തലമുണ്ട്. ഇപ്പം ഇന്ത്യക്കകത്ത് പണ്ട് കാലം ഒരു മീഡിയൽ പീരീഡിലൊക്കെ നിലനിന്നിട്ടുണ്ടായിരുന്ന ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ദളിത് ആദിവാസി വിഭാഗത്തിലെ ആളുകളാണെങ്കിൽ അവർ തിളച്ചെണ്ണയിൽ കൈമുക്കുക, കുളത്തിനകത്ത് മുതലകളുണ്ടെങ്കിൽ അതിൽ ചാടുക, ഇത്തരം കാര്യങ്ങളിലൂടെയാണ് അവർ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് തെളിയിക്കുന്നത്. പക്ഷേ അതൊരു സവർണ്ണ ജാതി വിഭാഗത്തിലെ ആളാകുമ്പോൾ ഒരുപക്ഷെ തുലാസിനകത്ത് ഒരു ഭാഗത്ത് തൂവലും മറ്റേ ഭാഗത്ത് അയാളും ഇരുന്ന് തുലാസിൻ്റെ ഈ പറയുന്ന തൂവലിൻ്റെ ഭാരം അയാളേക്കാൾ ആയാൽ മാത്രം ശിക്ഷ എന്നുള്ളതായിരുന്നു ഇന്ത്യക്കകത്ത് നിലനിന്നിട്ടുണ്ടായിരുന്ന സമ്പ്രദായം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളൊരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ പോലും ഈ പറയുന്ന കുറ്റാരോപിതരായ വ്യക്തികളെ വിക്ടിമൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറ്റാരോപിതരായ വ്യക്തികൾക്ക് കടന്നു പോകേണ്ട വളരെ വലിയ ദൂരമാണ് അവർ ദളിത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളാകുമ്പോൾ ഉണ്ടാകുന്നത്. വേടൻ്റെ കേസിലേക്ക് പെർട്ടിക്കുലറായി വരികയാണെങ്കിൽ ഈ അറസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പണിഷ്മെൻ്റ് അല്ല. അറസ്റ്റ് വളരെ നിർബന്ധമാണെങ്കിൽ മാത്രമാണ് ചെയ്യേണ്ടത്. അതൊരു പക്ഷേ ആ വ്യക്തി ഒളിച്ചോടി പോകാൻ സാധ്യതയുള്ളപ്പോൾ, സെൽഫായി ഹാം ചെയ്യാൻ സാധ്യതയുള്ളപ്പോൾ, അതുമല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള എവിഡൻസ് ഡിസ്റ്റോർട്ട് ചെയ്യാനുള്ള സമയത്ത് ഇത്തരം സമയങ്ങളൊക്കെ അറസ്റ്റ് മതി. പക്ഷേ വേടൻ്റെ വിഷയത്തിൽ ഒരുപക്ഷെ വൈൽഡ് ലൈഫ് ആക്ട് പ്രകാരം കേസ് എടുത്ത് ഉടനടി ഒരു അറസ്റ്റിലേക്കാണ് പോകുന്നത്. ഈ ആക്ട് പ്രകാരം തന്നെ കേസ് എടുക്കപ്പെട്ട ഒരുപാട് പേർ കേരളത്തിനകത്തുണ്ട്. പക്ഷെ അവർക്കൊന്നും ഉടനടി അറസ്റ്റ് ഒന്നുമില്ല. മോഹൻലാലിൻ്റെ കേസിനകത്തും അദ്ദേഹം ആനക്കൊമ്പ് കൈവശം വെക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അതിനുള്ള പൊസഷൻ സർട്ടിഫിക്കറ്റ് ആ സമയത്തില്ല. അപ്പോൾ നിയമപ്രകാരം നോക്കുകയാണെങ്കിൽ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം. പക്ഷേ ആ ഉദ്യോഗസ്ഥന് എടുക്കുന്ന ഒരു ഡിസ്ക്രിഷൻ ഉണ്ടല്ലോ, അറസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള ഒരു ഡിസ്ക്രിഷൻ. ഈ ഡിസ്ക്രിഷൻ പലപ്പോഴും ദളിത് ആദിവാസി വിഭാഗത്തിലെ ആളുകളാകുമ്പോൾ ഈ ഡിസ്ക്രിഷന്റെ ഒരു കാര്യമേ ഇല്ല, ആലോചനയില്ല. അവർ ഈ വിഭാഗത്തിലാണെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അറസ്റ്റിനെ ഒരു പണിഷ്മെന്റ് ആക്കി മാറ്റുന്നു എന്നുള്ളതാണ് വേടന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ള ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കാണുമ്പോൾ ഇവർ സംസാരിക്കുന്ന രീതിയാണ്. മറ്റേതാളെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് അവരുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ താഴ്വഴികൾ നോക്കിക്കൊണ്ട് അതൊരു ആരോപണമായിട്ട് പറയുന്നത്. അപ്പം നമുക്കറിയാം ഇന്ത്യക്കകത്തൊക്കെ വന്നിട്ടുള്ള ശ്രീലങ്കൻ അഭയാർത്ഥികൾ എന്ന് പറയുന്നത് വളരെ കഷ്ടത അനുഭവിച്ച് ജീവിച്ചിട്ടുള്ള ഒരു ജനവിഭാഗമാണ്. നിരന്തരം പാലായനം ചെയ്യപ്പെടേണ്ടി വന്നൊരു ജനവിഭാഗമാണ്. അപ്പോൾ അമ്മയ്ക്ക് ശ്രീലങ്കൻ കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഒരുപക്ഷെ ഒരു ശ്രീലങ്കൻ പുലിയൊക്കെ ആക്കിയിട്ട് വേടനെ ചിത്രീകരിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഒരാളെ പുറത്ത് ആരോപിക്കുന്നതിനേക്കാൾ കൂടുതൽ കമൻസുറേറ്റ് അല്ലാത്ത രീതിയിൽ തന്നെ കുറ്റം ആരോപിക്കുക, അദ്ദേഹത്തെ ഒരു വലിയൊരു തീവ്രവാദിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുക, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ചോദിക്കുക. ഇപ്പം വേടന് തൊട്ട് മുമ്പായിട്ട് 2 സംവിധായകരെയും ഇതേ രീതിയിൽ കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മുമ്പ് നമ്മൾ പറഞ്ഞാൽ മോഹൻലാലിനെ ഈ രീതിയിൽ ആനക്കൊമ്പ് കൈവശം വെച്ചതിൻ്റെ പേരിൽ
അറസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ആ ഒരു കേസ് ഉണ്ടായിരുന്നു. ആ സമയത്തൊന്നും നമ്മൾ അവരുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഒന്നും താഴ്വഴികൾ നോക്കിയിട്ടില്ല. നമുക്കിപ്പോഴും അറിയില്ല അവരുടെ പേരൻസ് ആരാണെന്ന് പോലും നമുക്കിപ്പോഴും അറിയില്ല. പക്ഷേ വേടൻ്റെ കാര്യം വരുമ്പോൾ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ പ്രശ്നം. അതായത് വേടൻ്റെ അമ്മ ശ്രീലങ്ക വംശജയാണ്, ആ ഒരു എലമെൻറ്റ് കൂടി ഈ കേസിലുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ശരിക്കും ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? അതും ഒരു ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് നിയമം നടപ്പിലാക്കേണ്ടുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വംശീയപരമായിട്ടുള്ളൊരു പരാമർശം അവിടെ ഉണ്ടായിട്ടുള്ള എന്നാണ്. തീർച്ചയായിട്ടും ഇന്ത്യക്കകത്ത് ഇതിന് മുന്നേ ഒരു നിയമം ഉണ്ടായിരുന്നു, ക്രിമിനൽ ട്രൈബ്സ് ആക്ട് എന്ന് പറയുന്നത്. അപ്പം ഇന്ന ട്രൈബ് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവരൊക്കെ കുറ്റവാളികൾ എന്ന് പറഞ്ഞുകൊണ്ട് തുറങ്കിലടക്കുക. അതാണ് കൊളോണിയൽ ഭരണകാലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആ നിയമത്തിൽ ഒരുപാട് സമരം ചെയ്തിട്ടാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തുകയും അത് ഇല്ലാതാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ആക്ട് ഇല്ലാതായിട്ടും ഈ ആക്ടിനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ചില മനുഷ്യന്മാരുണ്ട്. അവരൊരു പക്ഷേ മൃഗവേട്ടയ്ക്കെതിരെയായിട്ടുള്ള നിയമങ്ങൾ ഉപയോഗിച്ച് മനുഷ്യരെ വേട്ടയാടാൻ അതിനെ ഉപയോഗിക്കും. അത് തന്നെയാണ് ഈ കേസിനകത്തും ഉണ്ടായത്. ഒരു പക്ഷേ ആ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുടർച്ചയായി പറഞ്ഞിട്ടുണ്ടായിരുന്നത് വേടൻ നന്നായി സഹകരിക്കുന്നു എന്നാണ് പറഞ്ഞത്. കേസിനോട് നന്നായി സഹകരിക്കുന്ന ഒരാളുടെ ജാമ്യാപേക്ഷ വരുമ്പോൾ എന്തിനാണ് സർക്കാർ അതിനെ അതിരൂക്ഷമായി എതിർക്കുന്നത്? എതിർക്കാൻ പറഞ്ഞ കാരണങ്ങളുടെ ഒരു പാറ്റേൺ നമ്മൾ നോക്കിയാൽ മതി. ഇതേ പോപ്പുലർ ആയതുകൊണ്ട് അബ്സ്കോണ്ട് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ്. അതെ, ഒരു പോപ്പുലർ ആയിട്ടുള്ള ആള് എപ്പോഴും പ്രകടമായി നമുക്ക് കാണാൻ പറ്റുന്ന ഒരാളല്ലേ. പക്ഷെ മോഹൻലാലിന്റെ കേസ് വരികയാണെങ്കിൽ അത് ഹൈക്കോടതിയിൽ എത്തുന്ന സമയത്ത് മോഹൻലാലിന്റെ കേസിൽ തുടർ നടപടികൾ വേണം എന്ന് പറഞ്ഞുകൊണ്ട് 2 പേർ കക്ഷി ചേർന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സർക്കാർ എടുത്ത നിലപാട് എന്ന് പറയുന്നത് മോഹൻലാൽ ഒരു ഫേമസ് ആയ ആളായതുകൊണ്ട് അയാൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ 2 പേർ കക്ഷി ചേരുന്നത്. അപ്പം മോഹൻലാൽ ഫേമസ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് അദ്ദേഹത്തെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് ചില ആളുകൾ കക്ഷി ചേരുന്നതെന്നും വേടൻ ഫേമസ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് നാട് വിടാൻ സാധ്യതയുണ്ടെന്നും ഇത് ഇരട്ട നീതി തന്നെയാണ് വളരെ കൃത്യമായി വ്യക്തമാക്കുന്നത്. മാത്രമല്ല വേടൻ വേട്ടയാടിയോ എന്ന സംശയമുണ്ടെന്നും അതിനുവേണ്ടി ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്ന് കൂടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത്തരത്തിൽ പല രീതിയിൽ ജാമ്യാപേക്ഷ എതിർക്കുന്നു. എന്നിട്ട് തൊട്ട പിറ്റേ ദിവസം വനം വകുപ്പ് മന്ത്രി വന്നിട്ട് പറയാണ് വേടന്റെ കാര്യത്തിൽ ഇരട്ട നീതിയാണോ, മോഹൻലാലിനും സുരേഷ് ഗോപിക്കും കിട്ടിയ കാര്യം വേടനും കിട്ടണം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം എവിടെയാണ് നിലപാട് പറയേണ്ടത്? ഇദ്ദേഹം നിലപാട് പറയേണ്ടിയിരുന്ന സ്ഥലം എന്ന് പറയുന്നത് കോടതിയാണ്. കോടതിക്കുള്ളിൽ ഈ സർക്കാർ കൃത്യമായി വേടനെ കുരുക്കാൻ വേണ്ടി ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ടാണ് സംസാരിച്ചത്. എന്നിട്ട് പിറ്റേ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നേരെ തിരിച്ചും പറയുന്നു. ഇത് തീർച്ചയായിട്ടും സർക്കാരിന്റെ കൂടി ഇരട്ടത്താപ്പാണ്. അത് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഇപ്പം ഇത്തരം വിമർശനങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് തോന്നുന്നു ഇന്നൊരു തിരുത്തൽ നടപടി വനംവകുപ്പ് എടുത്തിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കുന്നൊക്കെയുള്ള ഒരു സാധനം വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും എന്തെങ്കിലും വിമർശനങ്ങൾ വന്നെങ്കിൽ മാത്രമേ ഇവർ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ മനസ്സിലാകുന്നുള്ളൂ എന്നുള്ളതാണ്. അതായത് പ്രതിയായിട്ടുള്ളത് അല്ലെങ്കിൽ ആരോപണ വിധേയരായിട്ടുള്ളത് സമൂഹത്തിൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽ നിന്നുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടി വരും. സമൂഹം ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ മാത്രമേ തെറ്റ് തിരുത്തുന്നുള്ളൂ അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് സർക്കാർ പോലും മാറുന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നില്ലേ? തീർച്ചയായിട്ടും വനം വകുപ്പ് മുൻപെടുത്ത 1-2 കേസുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അപ്പം മലവേട്ടൂർ സമുദായത്തിലെ ആദിവാസി വിഭാഗത്തിലെ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി വഴിയിൽ 2 ആമകളെ കണ്ടപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ എന്ന രീതിയിൽ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് ഷെഡ്യൂളിൽ പെട്ടുന്ന ആനിമൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തുറങ്കിലടക്കിയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സമാനമായി കള്ളക്കേസുകൾ ചാർത്തപ്പെട്ടിട്ടുള്ള ഒരുപാട് ദളിതാദിവാസി വിഭാഗത്തിലെ വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട്. എനിക്ക് തോന്നുന്നു സർക്കാർ ഇപ്പം ഒരു നിലപാട് മാറ്റത്തിലേക്ക് എത്തിയത് അത് സ്വാഭാവികമായി നീതിയെക്കുറിച്ചിട്ടൊന്നും ആലോചിച്ചിട്ടല്ല. വളരെ കൃത്യമായി ഇന്ന് സമൂഹ മാധ്യമം എന്ന് പറയുന്ന ഒരു സ്പേസ് നമുക്കുണ്ട്. പണ്ട് കാലത്ത് അത്രയൊരു സ്പേസേ ഇല്ലാത്ത കാലത്ത് കസ്റ്റഡി മരണങ്ങളായും ഉരുട്ടിക്കൊലപാതകങ്ങളായിട്ടും ആത്മഹത്യകളും ഒക്കെ ആയിട്ടുള്ള രീതിയിൽ സ്റ്റേഷനുകൾക്കകത്ത് പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് സോഷ്യൽ മീഡിയയിൽ വളരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള ഇടപെടലുകൾ മാർജിനലൈസ് കമ്മ്യൂണിറ്റികളുടെ ഭാഗത്ത് നിന്ന് വന്നു. അതിനെ തുടർന്ന് പൊതുസമൂഹം അതിനെ കൃത്യമായി ചോദ്യം ചെയ്യാൻ വേണ്ടി ഏറ്റെടുക്കലുണ്ടായി. അതിനെ തുടർന്ന് മാത്രമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ നിലപാടിനകത്ത് ഒരു മാറ്റം വന്നിട്ടുള്ളത്. ഞാൻ കരുതുന്നത് ഒരുപക്ഷെ സുരേഷ് ഗോപിയുടെ പുലിനഖമാണോ എന്നുള്ള രീതിയിൽ സംശയം പറഞ്ഞുകൊണ്ട് കൊടുത്ത കേസ് കൊണ്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ. അതെ, കേസ് കൊണ്ട് അങ്ങനെ ഒരു കേസ് കൊടുത്താൽ ഇതേ രീതിയിൽ തന്നെ അറസ്റ്റ് ചെയ്യണമല്ലോ. കാരണം വേടന്റെ കാര്യത്തിൽ അത് പുലിപ്പല്ലാണോ അല്ലേ എന്ന ഫോറൻസിക് ടെസ്റ്റ് പോലും ചെയ്യാതെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആർക്കെതിരെ പരാതി കൊടുക്കുന്നു അവരൊക്കെ അറസ്റ്റ് ചെയ്യണം. സുരേഷ് ഗോപി അറസ്റ്റ് ചെയ്യണം, ജയറാമിനെ അറസ്റ്റ് ചെയ്യണം. ഇവരൊക്കെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണല്ലോ പിന്നീട് ഇവരിത് തെളിയിക്കാൻ വേണ്ടിയിട്ട് അയക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു പേടി കൊണ്ടുകൂടി മറ്റാൾക്കാർക്കെതിരെ കേസ് എടുക്കേണ്ടി വരുമോ, ഇത്തരം കാര്യങ്ങൾക്കകത്തൊരു ഭയം കൂടി ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ ഇപ്പോൾ അതിനകത്തൊരു അയവ് വന്നിട്ടുള്ളതും തിരുത്തൽ നടപടി സ്വീകരിക്കാം എന്ന് പറഞ്ഞതും. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പൊതുജനം അറിയാത്ത, പൊതുസമൂഹം അറിയാതെ
ഒരുപക്ഷെ വേടൻ്റെ കയ്യിൽ ഒരു കാര്യം പൊസഷനിലെങ്കിലും ഉണ്ട്, അതുപോലും ഇല്ലാതെ കള്ളക്കേസുകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്റ്റേഷനുകൾക്കകത്ത് മരിക്കപ്പെടുകയും ആത്മഹത്യ ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരുപാട് പേരുണ്ട്. അപ്പം ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരാൾക്ക് പോലും ഇത്തരമൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിയമ സംവിധാനത്തിലേക്ക് എത്താൻ പറ്റാത്ത, നിയമപരിരക്ഷ ഇല്ലാത്ത മനുഷ്യർ എന്ത് രീതിയിലുള്ള ക്രൂരതകളായിരിക്കും, സിസ്റ്റമിക് ആയിട്ടുള്ള പ്രഷറായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നത് നമുക്ക് ആലോചിച്ചാൽ തന്നെ മതി. ഇപ്പം നേരത്തെ പറഞ്ഞു സോഷ്യൽ മീഡിയയുടെ ഒരു ഇടപെടൽ എന്നുള്ളത്. ഇപ്പോൾ വേടൻ്റെ കേസിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടും അതേസമയം വേടനെതിരെ വിമർശനങ്ങൾ, വേടനെ നേരത്തെയുള്ള മീറ്റു അലിഗേഷൻ വെച്ചിട്ട് ഒരുപാട് വിമർശനങ്ങളും വരുന്നുണ്ട്. അതായത് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ രണ്ട് ചേരിയായിട്ട് തന്നെയാണ് ഇതിനെതിരെ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ദിനുവിനെ പോലത്തെ ഒരാളുടെ എന്താണ് ഇതിലൊരു സ്റ്റാൻഡ് എന്ന് അറിയാൻ ആളുകൾ കാത്തിരിക്കുന്നു. ദിനുവിൻ്റെ സംസാരങ്ങൾക്കും പ്രതികരണങ്ങൾക്കൊക്കെ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പോൾ ആ സമയത്ത് വേടനെ സപ്പോർട്ട് ചെയ്യണോ അല്ലെങ്കിൽ വേടനെ മീറ്റു അലിഗേഷൻ വെച്ച് വേടനെ റദ്ദ് ചെയ്യണോ, ആ ഒരു സ്റ്റാൻഡ് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? എനിക്ക് അതിനകത്തൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കാരണം വേടൻ്റെ മീറ്റുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഉന്നയിക്കപ്പെട്ട സമയത്ത് തന്നെ അന്ന് ക്ലബ് ഹൗസ് സ്പേസുകൾക്കകത്തൊക്കെ കൃത്യമായ നിലപാടുകൾ പറയുകയും അതിൽ അതിജീവിതകളായിട്ടുള്ള വ്യക്തികളെ വിളിക്കുകയും സംസാരിക്കുകയും നിയമസഹായം ആവശ്യമെങ്കിൽ പിന്തുണ നൽകാമെന്നൊക്കെ തന്നെ സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ആ കേസിനകത്ത് ഞാൻ കരുതുന്നത്, അത് സർവൈവേഴ്സ് ആയിട്ടുള്ള 2 പേര് എൻ്റെ സുഹൃത്തുക്കൾ കൂടിയാണ്. അർത്ഥത്തിൽ ഞാൻ കരുതുന്നത് അതിനകത്ത് വേടൻ കൃത്യമായ അക്കൗണ്ടബിലിറ്റി എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു മാപ്പ് സോഷ്യൽ മീഡിയയിൽ ഇടുകയും പിന്നീട് അത് പിൻവലിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം, ഈ എനിക്കറിയാവുന്ന 2 സുഹൃത്തുക്കൾ വളരെ കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള, വളരെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സ്പേസിൽ നിന്ന് വരുന്ന ആളുകളാണ്. അവർ വേടൻ എന്ന് പറയുന്ന കുറ്റാരോപിതനോട് കാണിച്ച കമ്പാഷൻ, ബേസിക് കമ്പാഷനും എമ്പതിയും ഉണ്ട്. അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്ന 2 കാര്യങ്ങളാണ്. അവരോട് വ്യക്തിപരമായി അപ്പോളജി നൽകണം. 2, വേടൻ കൃത്യമായ കൗൺസിലിങ്ങിനും തെറാപ്പിക്കും വിധേയമായി ഏതെങ്കിലും രീതിയിൽ വേടൻ്റെ അകത്ത് ഉള്ള ഇത്തരം ടോക്സിക് ബിഹേവിയറുകൾ അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള മൈൻഡ് ഉണ്ടെങ്കിൽ അതിൽ മാറ്റം വരുത്തണമെന്ന 2 ആവശ്യങ്ങളാണ്, നീതിപൂർവമായ ആവശ്യങ്ങളാണ് അവർ ഉന്നയിച്ചത്. എന്നാൽ അതിനെ ഇക്കാലം അത്രയും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി വേടന് സാധിച്ചിട്ടില്ല, രണ്ടും ചെയ്തിട്ടില്ല. അപ്പം ഈ വിഷയത്തിനകത്ത് വേടൻ കൃത്യമായ അക്കൗണ്ടബിലിറ്റി എടുക്കുകയും മീറ്റു പറഞ്ഞു വന്ന സെക്ഷൽ ഹറാസ്മെൻറ്റ്, സെക്ഷൽ രീതിയിൽ അവർക്ക് പ്രശ്നങ്ങൾ അനുഭവിച്ചു എന്ന് പറഞ്ഞ ആ ആളുകൾക്ക് വേണ്ട നീതി വേടൻ്റെ ഭാഗത്ത് നിന്ന് കൊടുക്കേണ്ടതുണ്ട്. സർവൈവർമാരുടെ ഏജൻസി മാനിച്ചുകൊണ്ട് അവർക്ക് വേണ്ട നീതി, അവരനുഭവിച്ച ട്രോമയ്ക്ക് അവർക്ക് വേണ്ട നീതി തീർച്ചയായും വേടൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കേണ്ടതുണ്ട്. ആ വിഷയത്തിൽ പൂർണ്ണമായും ഇത് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ഇവിടെ ഇത് കേവലം രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് കേവലം വേടൻ മാത്രം അനുഭവിക്കുന്ന ഒരു പ്രശ്നമല്ല. ഇത് സിസ്റ്റമിക് ആയിട്ടുള്ള പ്രഷർ, സിസ്റ്റമിക് ആയിട്ടുള്ള ഭരണകൂട ഭീകരത, ഇതൊക്കെ ഏതൊരു വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വന്നാലും, അതിന് ഒരു റേപ്പ് കേസിലെ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കൂടി അയാളെ വെടിവെച്ച് കൊല്ലുകയോ ഉരുട്ടിക്കൊല ചെയ്യുക എന്നതല്ലല്ലോ. നമ്മൾ റെസ്റ്ററേറ്റീവ് ജസ്റ്റിസിലാണ് വിശ്വസിക്കുന്ന ഒരു രാജ്യമാണിത്. തീർച്ചയായും തെറ്റ് ചെയ്ത വ്യക്തികൾക്ക് തിരിച്ചു വരാനും തെറ്റ് ആവർത്തിക്കാതിരിക്കാനും അവരെ മാറ്റുക എന്നുള്ളതാണ് അത്യന്തികമായി നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത്. അപ്പം ഒരിടത്ത് ഭരണകൂട ഭീകരത നിലനിൽക്കുന്ന സമയത്ത് കൃത്യമായി അതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളത് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട് തന്നെയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേ സമയത്ത് മറ്റേ മീറ്റു വിഷയത്തിനകത്ത് വേടൻ ഇനിയും അക്കൗണ്ടബിൾ ആവേണ്ടതുണ്ട്. വേടൻ ഇനിയും അപ്പോളജി വ്യക്തിപരമായി അവരോട് പറയുകയും സർവൈവേഴ്സ് എന്ത് രീതിയിലുള്ള കാര്യമാണ് അവർ ആവശ്യപ്പെടുന്നത് അതിലേക്ക് വേടൻ എത്തിച്ചേരുകയും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഞാൻ കൃത്യമായി വിശ്വസിക്കുന്നത്. ഓക്കെ, ഇപ്പം ഉയർന്നിരുന്ന പല ചോദ്യങ്ങളൊന്നെന്ന് വെച്ചാൽ ദളിതരായതുകൊണ്ട് മാത്രം അവർക്കെതിരെയുള്ള കേസുകളെ എന്താ പറയേണ്ടത്, നമ്മൾ സിമ്പിളായിട്ട് കാണേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അവർക്കത് ഇത്രയും പിന്തുണ നൽകേണ്ടതുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇപ്പം നേരത്തെ വിനായകൻ്റെ ഒക്കെ ഇഷ്യൂ വരുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ വിനായകനെ സപ്പോർട്ട് ചെയ്തും എതിർത്തിട്ടൊക്കെ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എപ്പോഴും ഈ 100 സിംഹാസനത്തിൻ്റെ കോട്ടൊക്കെ വെച്ചിട്ടാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്തരത്തിൽ ഒരാൾ കുറ്റം ചെയ്തു, പക്ഷേ അയാൾ ദളിതനായതുകൊണ്ട് നമ്മൾ അയാളെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നതിനോട് യോജിക്കുന്നുണ്ടോ? ഇന്ത്യക്കകത്തെ എല്ലാ പൗരന്മാർക്കും ഒരേ നിയമമാണെന്നുള്ള കാര്യത്തിൽ എനിക്കും യാതൊരു എതിരഭിപ്രായമില്ല. പക്ഷെ ഒരു വ്യക്തി കുറ്റാരോപിതനാവുന്ന സമയത്ത് ആ വ്യക്തിയുടെ ജാതി നോക്കിയോ ആ വ്യക്തിയുടെ മതം നോക്കിയോ ആ വ്യക്തിയുടെ വേറെ എന്തെങ്കിലും ഇപ്പം ജെൻഡർ ഐഡൻറ്റിറ്റിയോ സെക്ഷൽ ഓറിയൻറ്റേഷനോ ഒക്കെ നോക്കിക്കൊണ്ട് അവരെ അമിതമായി ക്രിമിനലൈസ് ചെയ്യാനുള്ളൊരു ശ്രമം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായി നമ്മൾ ഇടപെടേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിലുള്ളൊരു നിലപാട് എന്ന് പറയുന്നത്. എല്ലാവർക്കും ലഭിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള നീതി ഒരു കാറ്റഗറിയിൽ പെടുന്നു എന്നതുകൊണ്ട് മനുഷ്യന്മാർക്ക് നിഷേധിക്കപ്പെടരുത്. ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ അടക്കമുള്ള കാര്യങ്ങളിൽ വേടൻ ഈ വിഷയങ്ങളിൽ പോകാനുള്ള നിയമപരമായ സാധ്യതകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം അടച്ചുകൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു,
അടുത്ത സെക്കൻഡ് അറസ്റ്റ് ചെയ്യുന്നു എന്നതിലേക്ക് പോയിട്ടുള്ളത്. ഒരു മനുഷ്യന് സ്വാഭാവികമായി ലഭിക്കേണ്ട നീതി ആ വ്യക്തി ദളിതനോ ആദിവാസിയോ സ്ത്രീയോ ട്രാൻസ്ജെൻഡറോ ക്യൂറോ ഒക്കെ ആയതിൻ്റെ പേരിൽ അവർക്ക് നിഷേധിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ആ സമയത്ത് ഇടപെടലുകൾ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര തലങ്ങളിൽ നമ്മളിപ്പോൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും വൾണറബിൾ കമ്മ്യൂണിറ്റിയിലെ ആളുകളെ അറസ്റ്റ് ചെയ്യുമ്പോഴും അവരെ ജയിൽ സിസ്റ്റത്തിലേക്ക് ക്രിമിനൽ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുമ്പോഴൊക്കെ ഒരു സ്പെഷ്യൽ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ പലപ്പോഴും അവരുടെ കാര്യത്തിൽ കൊടുക്കുന്നുണ്ട്. കാരണം അത് കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് പല രീതിയിലുള്ള വിവേചനങ്ങൾ ഒരു പക്ഷേ ജയിലിനകത്തും ക്രിമിനൽ സിസ്റ്റത്തിലൂടെ പോകുന്ന സമയത്തുമൊക്കെ അവർ നേരിടാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. അപ്പം ഒരു ജാതി നോക്കിക്കൊണ്ട് ഒരിക്കലും നിയമം നടപ്പിലാക്കരുത് എന്നാണ് നമ്മൾ പറയുന്നത്. നിയമ സംവിധാനം ജാതി നോക്കുമ്പോൾ അത് പ്രശ്നമാണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ മറ്റ് വിഷയങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ സംവരണം നമ്മൾ എല്ലാ കാലത്തും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ ഇപ്പോഴും എന്തിനാണ് സംവരണം എന്നറിയാത്ത ആളുകൾ ഈ പുതുതലമുറയിൽ പോലും ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള ട്രോളുകളും ഇപ്പോൾ റീലുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ജാതി സംവരണത്തിൽ ഞാൻ ഇല്ലാത്തത് കൊണ്ട്, ഞാൻ ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് എൻ്റെ അവസരം നിഷേധിക്കപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെ കുട്ടികൾ തന്നെ വന്നിരുന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മൾ സങ്കടത്തോടു കൂടിയിട്ടാണ് കാണുന്നത്. അപ്പം ഇത്ര കണ്ട് നമ്മൾ ഈ സംവരണത്തിന് വേണ്ടി വാദിക്കുമ്പോഴും എന്തുകൊണ്ടായിരിക്കും അതിൻ്റെ ഒരു കോർ എലമെൻറ്റ്, എന്തിനാണ് നമ്മളിവിടെ സംവരണം കൊണ്ടുവരുന്നത് എന്ന് ഇവരൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കാത്തതെന്ന് തോന്നിയിട്ടുണ്ടോ? ഈ ഒരു കാലഘട്ടത്തിൽ ഇഗ്നറൻസ് എന്ന് പറയുന്നത് ഒരു ചോയ്സ് ആണ്. കാരണം സമൂഹ മാധ്യമങ്ങളിലെ ആക്സസ് ഉണ്ട്, ഇന്റർനെറ്റ് ആക്സസ് ഉണ്ട്, ബുക്കുകൾ അവൈലബിൾ ആണ്. ഈ കാലത്തും നമ്മൾ ചില കാര്യങ്ങളിൽ ഇഗ്നറൻ്റായി നിൽക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായും നമ്മൾ എടുക്കുന്ന ഒരു ചോയ്സ് ആണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് മറ്റെന്തെങ്കിലും ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ഭരണഘടന വായിക്കും, വായിച്ചതിന് ശേഷം മാത്രം അഭിപ്രായം പറയും. പക്ഷേ ഒരു ഭരണഘടനാ സംരക്ഷണ മെക്കാനിസമായ സംവരണത്തെക്കുറിച്ച് നമ്മൾ അഭിപ്രായം പറയുന്നത് തൊട്ടപ്പുറത്തെ വീട്ടിൽ ദളിതന് BMW കാറുണ്ട് എന്നത് വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സംവരണത്തെക്കുറിച്ച് ആർക്കും അഭിപ്രായം പറയാം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം സംവരണം ഇല്ലാത്ത മേഖലകൾ, നമ്മുടെ ചീഫ് സെക്രട്ടറി കറുപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും അതിനെ അനുയോജിച്ചു. പക്ഷേ ഒരു ചോദ്യം നമ്മൾ ചോദിക്കുകയാണ്, ഇന്ത്യക്കകത്ത് കേരളത്തിനകത്ത് 48 ചീഫ് സെക്രട്ടറിമാർ ഇന്നോളം ഉണ്ടായതിൽ 43 പേരും വരുന്നത് അപ്പർ കാസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാത്രമാണ്. ഒരു സ്കെഡ്യൂൾ കാസ്റ്റ് വിഭാഗത്തിലെയോ സ്കെഡ്യൂൾ ട്രൈബ് വിഭാഗത്തിലെയോ ഒരാൾക്ക് പോലും കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയായി ഇക്കാലം വരെ ഇരിക്കാൻ വേണ്ടി പറ്റിയില്ല. പക്ഷെ ഒരുപക്ഷെ അവിടെ സംവരണം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഒരാളെങ്കിലും വരുമായിരുന്നു. സർക്കാർ ശമ്പളം കൊടുക്കുന്ന എയ്ഡഡ് കോളേജുകളുടെ അധ്യാപന നിയമത്തിലെ കണക്കെടുത്തു കഴിഞ്ഞാൽ 95% ഒരു ജാതി വിഭാഗത്തിലെ ആളുകൾ മാത്രമാണുള്ളത്. സർക്കാർ ഫണ്ടിൽ നിന്ന് പോകുന്ന തുകയാണ്. ഇതിനകത്ത് നമുക്കൊരു പ്രശ്നമായി തോന്നില്ലേ? 95% അപ്പർ കാസ്റ്റിന് വേണ്ടി റിസർവ് ചെയ്തിട്ടൊക്കെയാണ്. നമുക്ക് അതിന് പ്രശ്നമില്ല. പക്ഷേ 8% നടക്കുന്നുണ്ട്. 8%, 10% മാർജിനലൈസ് വിഭാഗത്തിന് കൊടുക്കുന്നതിനോടാണ് നമുക്ക് പ്രശ്നമുള്ളത്. അപ്പോൾ വളരെ കൃത്യമായി നമ്മൾ സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ സംവരണമില്ലാത്ത മേഖലകളിലൊക്കെ ഒളിഗാർക്കി എന്ന് പറയുന്ന വളരെ കുറച്ച് നമ്പറിലുള്ള ആളുകളുടെ അധികാരം നിലവിലുണ്ട്. ഇത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് സംവരണം എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു മെക്കാനിസം നമ്മുടെ ഇവിടെ നിലവിലുള്ളത്. സംവരണം ഇല്ലാതാവുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യക്കകത്ത് ഒരു പക്ഷേ ജാതി വിവേചനം ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിൽ മാത്രമേ നമുക്ക് സംവരണത്തെ എടുത്ത് മാറ്റാൻ വേണ്ടി പറ്റുകയുള്ളൂ. അത് ജാതി വിവേചനം തുടരുന്നിടത്തോളം കാലം നമുക്ക് സംവരണവും വളരെ അടിസ്ഥാനപരമായ ആവശ്യമുള്ളതാണ്. ഇപ്പോൾ EWS സംവരണം വന്ന സമയത്ത് ആർക്കും സംവരണത്തോട് പ്രശ്നമില്ല. കട്ട് ഓഫ് മാർക്ക് അവർക്ക് കുറച്ച സമയത്ത് അതിൽ ആർക്കും ഒരു പ്രശ്നമില്ല. മെറിറ്റ് എന്നുള്ള ചോദ്യമേ ഇവിടെ വരുന്നില്ല. അപ്പോൾ അടിസ്ഥാനപരമായി സംവരണത്തിനോടാണോ നമുക്ക് പ്രശ്നമുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നം മാർജിനലൈസ് കമ്മ്യൂണിറ്റി എന്നുള്ള ആളുകൾ റെപ്രസെൻറ്റേഷനിലേക്ക് വരുന്നു എന്നതാണോ എന്നുള്ളത് കൃത്യമായി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സംവരണം എന്ന് പറയുന്നത് റെപ്രസെൻറ്റേഷനുള്ള ഒരു ഉപാധിയാണ്. മാർജിനലൈസ് കമ്മ്യൂണിറ്റിയിലെ ആളുകളെ റെപ്രസെൻ്റ് ചെയ്യുക എന്ന് മാത്രമല്ല, ഒളിഗാർക്കിക്കായിക്കൊണ്ട് സവർണ ജാതി വിഭാഗത്തിലെ ആളുകൾക്ക് മാത്രം അവസരം ലഭിക്കുമ്പോൾ അതിന് തടയിട്ടുകൊണ്ട് എല്ലാവർക്കും തുല്യമായി ഇടം കൊടുക്കുക എന്നുള്ളതാണ്. നാളെ 100% ദളിതർക്ക് മാത്രം എല്ലാത്തിലും ഇടം കിട്ടുകയാണെങ്കിൽ അവിടെ മറ്റ് നായർക്കും നമ്പൂതിരിക്കും ഒക്കെ സംവരണം കൊടുക്കുന്നത് നമ്മൾ ആവശ്യപ്പെടും. അപ്പം എവിടെയാണോ ഒരു വിഭാഗത്തിന് മാത്രം ഇടം കിട്ടുന്നത്, ഒരു വിഭാഗത്തിന് ഇടം കിട്ടാത്തത്, അവിടെ തീർച്ചയായും സ്പേസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് സംവരണത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ കാലത്താണ് ജീവിച്ചിരുന്നത്. ഇപ്പോൾ ജെൻസി, ആൽഫ ജനറേഷൻ തുടങ്ങി ജനറേഷൻസ് ഇങ്ങനെ മാറി മാറി വരികയാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നമുക്ക് വിവരങ്ങൾ കിട്ടുന്നതും ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, ഇത്തരം ഇടങ്ങളിൽ നിന്നായിരിക്കും. അപ്പോൾ ഒരു ഭാഗത്ത് ഇപ്പോൾ ദിനുവിനെ പോലെ അല്ലെങ്കിൽ ശ്യാംകുമാർ സാറിനെ പോലെയുള്ള ഒരുപാട് പേർ ഇതിനു വേണ്ടി സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു, നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ മറുഭാഗത്ത് ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ള പേരിൽ വരുന്ന ചില കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്
ഇതിന് ഭയങ്കര വൈകൃതമായിട്ട് ഇപ്പം നിരോധിച്ചതാണെങ്കിൽ നമ്മൾ പറയുന്ന കോളനി പദങ്ങൾ റീൽസിൽ കടന്നു വരുന്നു. പിന്നെ നമ്മൾ പറയാൻ പാടില്ലാത്ത കുറേ പദങ്ങൾ വെച്ചിട്ട് ആൾക്കാരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു. ആളുകൾ ആ രീതിയിൽ വേഷം കെട്ടി കാണിക്കുന്നു. അപ്പം ഇത്തരത്തിൽ ഈ ഒരു 2 രീതിയിലാണ് എനിക്ക് സോഷ്യൽ മീഡിയ നോക്കുമ്പം തോന്നുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ആൾക്കാർ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നതോ അല്ലെങ്കിൽ കാണുന്നതോ ഇത്തരം കണ്ടന്റുകളാണ്. ഈ രണ്ടാമത് പറഞ്ഞ രീതിയിലുള്ള കണ്ടന്റുകളാണ് ആൾക്കാരിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ഒരിടത്ത് നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് പ്രധാനമായും നമ്മളിപ്പോൾ കാണുന്നത് കോളനി വേണം, ഇത്തരം പദങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പുലയാടി എന്നുള്ള ടേമുകൾ, ഇത്തരം തെറിവാക്കുകൾ, ജാതീയമായ അധിക്ഷേപങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ഇടുന്ന വ്യക്തി ഒരിക്കലും ആലോചിക്കുന്നില്ല ഈ മണ്ണിൻ്റെ യഥാർത്ഥ അവകാശികളായിരുന്ന, ഈ മണ്ണിൽ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്ന, ഈ മണ്ണിനെ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്ന മനുഷ്യർ, ആ മനുഷ്യരെ മൊത്തം കോളനിവൽക്കരിച്ചുകൊണ്ട് 4 സെന്റിലേക്കും 5 സെന്റിലേക്കും ഒതുക്കി അവരുടെ ഭൂമി ഇല്ലാണ്ടാക്കിയത് ആരാണെന്ന് ഇവർ ആലോചിക്കുന്നില്ല. ഇവർ കോളനികളാക്കിക്കൊണ്ട് ഭരണകൂടം നമ്മളെ മാറ്റി തീർക്കുകയും കോളനിവൽക്കരിക്കുകയും ചെയ്തിട്ട് നേരെ നമ്മൾ ഈ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എനിക്ക് MA സോഷ്യോളജിക്ക് 1ാം റാങ്ക് കിട്ടിയപ്പോൾ അതിനിടയിൽ വന്ന ആദ്യത്തെ ഒരു തെറി എന്ന് പറയുന്നത് കോളനി വേണമെന്നാണ്. ഞാൻ കോളനിയിൽ താമസിക്കുന്ന ആളല്ല, സമ്പത്ത് കാരണം ജാതി പ്രശ്നം ഇല്ലാണ്ടാവുന്നാണല്ലോ പറയുന്നത്. ഞാനൊരു 2 നില വീട്ടിൽ താമസിക്കുമ്പോഴും എന്നെ ഒരു ദളിതനായി മാത്രമേ അവർക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ ജാതിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് എന്ത് രൂപവും എടുക്കും, ഒരു ഓന്തിനെ പോലെയാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കയറുകയാണെങ്കിൽ അവിടെ അത് വർക്ക് ചെയ്യും, നിങ്ങൾ എഴുത്തിൻ്റെ മേഖലയിലേക്ക് വരികയാണെങ്കിൽ അത് അവിടെ വർക്ക് ചെയ്യും. എവിടെ പോയാലും ഇത് നമ്മളെ വിടാതെ പിന്തുടരും എന്നുള്ളത് തന്നെയാണ്. അപ്പം സമൂഹ മാധ്യമങ്ങൾക്കകത്ത് ഇത്തരം പ്രയോഗങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ അട്രോസിറ്റി ആക്റ്റുകൾ ഒരുപക്ഷെ സൈബർ സ്പേസിനെ കൂടി ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിൽ വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ കരുതുന്നത്. 2, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഭാഗമായി സംവരണം എന്താണ്, ജാതീയമായ അധിക്ഷേപങ്ങൾ എന്താണ്, ഇതിനെയൊക്കെ പഠിപ്പിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസ സമ്പ്രദായം കൂടി മാറേണ്ടതുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, പലപ്പോഴും എനിക്കൊക്കെ മീഡിയയിൽ സംസാരിക്കുമ്പോൾ ഒക്കെ വരുന്നൊരു കാര്യം ജാതിവാദി എന്നുള്ള ടേമാണ് പലപ്പോഴും വരുന്നത്. പക്ഷേ എനിക്ക് ഏറെ പ്രിയപ്പെട്ട സുനിൽ പി ഇടണം, സുനിൽ മാഷ് വേടൻ്റെ കാര്യത്തിൽ ഇത് ജാതീയതയും വംശീയതയും ഉണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ആരും അദ്ദേഹത്തെ ജാതിവാദി എന്ന് വിളിക്കുന്നില്ല. അപ്പോൾ ആർക്കാണ് ജാതിയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പറ്റുന്നത് എന്ന് പോലും ഇവിടെ കൃത്യമായ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. നമ്മൾ അത്യന്തികമായി പറയുന്നത് ജാതി ഇല്ലാതാവുന്ന ഒരു സമൂഹത്തിന് വേണ്ടിയാണ്. ആ സമയത്താണ് വളരെ കൃത്യമായി നായർ മാട്രിമോണി അടക്കമുള്ള സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കല്യാണം അന്വേഷിക്കുന്ന മനുഷ്യർ വന്നുകൊണ്ട് നമ്മളെ ജാതിവാദി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാണ് കല്യാണത്തിന്റെ. അതെ അതെ അതെ, ന്യൂസ് പേപ്പറിൽ നമുക്ക് ഇപ്പോഴും SC/ST ഒഴികെ എന്ന് കാണുന്നു. കല്യാണം നോക്കുന്ന സമയം ഇപ്പൊ എനിക്കറിയാവുന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരെ കല്യാണം കഴിക്കാൻ വേണ്ടി സമ്മതിച്ചു മറ്റൊരു ജാതി, അല്പം പ്രോഗ്രസീവ് ആയിട്ടുള്ള ഫാമിലിയാണ് അവരുടേത്, ഫ്രീഡം കൊടുക്കുന്ന ഫാമിലിയാണ്. പക്ഷെ അവർ പറഞ്ഞത് നിങ്ങൾ പ്രസവിക്കാൻ നിൽക്കരുത്, കാരണം നിങ്ങളുടെ ഗർഭപാത്രത്തിൽ ഒരു ദളിതന്റെ കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇത്ര ജനറേഷൻ പൊല്യൂട്ടഡ് ആവുമെന്നാണ് പറഞ്ഞത് ഗർഭപാത്രം. 2025 പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ജാതി കൊലപാതകങ്ങൾ നടക്കുന്നില്ലല്ലോ നോക്കിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ വളരെ കൃത്യമായി കല്യാണത്തിനകത്ത് ജാതി നോക്കിക്കൊണ്ട്, മാട്രിമോണിയൽ പേജുകൾക്കകത്ത് ജാതി നോക്കിക്കൊണ്ട് തന്നെയാണ് മനുഷ്യർ ഇന്നും ഇടപെടൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പം മലയാളിയുടെ മനസ്സിനകത്ത് വളരെ കൃത്യമായി ജാതീയമായ ബോധങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, കഴക ജോലി ചെയ്യുന്ന ഈഴവ സമുദായത്തിൽപ്പെട്ട ആൾക്ക് നേരിടേണ്ടി വന്ന അധിക്ഷേപവും ഒക്കെ നമുക്കറിയാം. ജോലിയിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിപ്പോവാണ്. ഒരു സർക്കാർ ജോലി കഷ്ടപ്പെട്ട് ലഭിച്ച് അതിൽ നിന്ന് നമ്മളോടൊക്കെ എന്താ പറയാറ്, സംവരണം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ എളുപ്പമാണല്ലോ ജോലി കിട്ടാൻ. നമുക്ക് ഈഴവ വിഭാഗത്തിലൊരു സുഹൃത്തിന് ജോലി കിട്ടി ജോലി നിർത്തി പോകേണ്ടി വരുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം അതിശക്തമായി കേരളത്തിനകത്ത് ജാതീയത ഇന്നും നിലനിൽക്കുന്നുണ്ട് ആളുകളുടെ മനസ്സിനകത്തേക്ക്. അതിൽ കൂടി മാറ്റം വരുമ്പോൾ മാത്രമേ നമുക്കൊരു സാക്ഷര കേരളം എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ ഈ കൂടൽമാണിക്യത്തിലെ ഇഷ്യൂ തന്നെ എടുക്കുകയാണെങ്കിൽ അവിടെ ഒന്ന് ഫൈറ്റ് ചെയ്യാൻ പോലുള്ള ധൈര്യം കഴകം ചൊല്ലി കിട്ടിയ ബാലുവിന് ഇല്ലാതായി പോയി എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ സർക്കാർ കൂടെ നിൽക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അദ്ദേഹത്തിന് അത് പറ്റുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സാഹചര്യം എങ്ങനെയാണ്, ഫൈറ്റ് ചെയ്യാനുള്ളൊരു ധൈര്യം പോലും ഈ സമൂഹം അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയും കേരളം പല രീതിയിൽ നമ്പർ 1 ആണ്, നമ്മൾ അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു ഓഫ് കോഴ്സ്. പക്ഷേ ഈ ഒരു എലമെൻറ്റ് വരുമ്പോൾ ജാതിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇപ്പോഴും ആ ഒരു ഫസ്റ്റ് സ്റ്റേജിലോ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജിലോ എത്തിയിട്ടേ ഉള്ളൂ. അപ്പം ആ ഒരു സാധനം ഇപ്പം ബാലുവിനെ പോലെയുള്ള ആളുകൾ ഫൈറ്റ് ചെയ്യാൻ മടിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിട്ടാണ് തോന്നിയിട്ടുള്ളത്? ഇപ്പൊ പഴയിടം മോഹൻ നമ്പൂതിരി ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു എന്ന് അദ്ദേഹം പറയുകയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലരൊക്കെ ആക്രമിക്കാൻ വരുന്നത്, ഈ ആക്രമിക്കാൻ ചെന്നത് ഞങ്ങളൊക്കെയാണ്, ഞങ്ങൾ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞതിനൊക്കെയാണ് ആക്രമിക്കാൻ ചെല്ലുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലൊരു മിനിസ്റ്ററാണ് ഉടനടി ചെന്ന് ആശ്വസിപ്പിക്കാൻ ചെന്നത്. ബാലുവിനെ ആശ്വസിപ്പിക്കാൻ ആര് ചെന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായി അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്.
ഇതിനകത്ത് സ്റ്റേറ്റ് മെക്കാനിസം പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ രണ്ടാമത് ഈഴവ വിഭാഗത്തിൽ നിന്ന് ഒരാൾക്ക് പോസ്റ്റിംഗ് കിട്ടിയിട്ട് പോലും അതിനൊരു സ്റ്റേ ഹൈക്കോർട്ടിൽ കിട്ടുന്നതിന് മുൻപ് അപ്പോയിന്റ് ചെയ്യാമായിരുന്നല്ലോ. പക്ഷെ അത്തരം നടപടികളിലേക്കൊന്നും പോയില്ല. ഈ തന്ത്രിമാർ ജാതീയതയെ ഏതെങ്കിലും രീതിയിൽ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അവരെ ആ പൊസിഷനുകളിൽ നിന്ന് മാറ്റാം എന്നുള്ള അടക്കമുള്ള ദേവസ്വം ബോർഡിന്റെ ആക്ടിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്. പക്ഷെ അത്തരത്തിൽ യാതൊരു നടപടികളും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സിസ്റ്റം ഈ സമയത്ത് എന്ത് തരം പിന്തുണയാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർക്ക് കൊടുക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത്തരത്തിലൊരു പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആളുകൾക്ക് പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും ഒക്കെ കഴിയുകയുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഒരു കാര്യം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ശബരിമല അമ്പലം ഇന്നും മലയാള ബ്രാഹ്മണന് മാത്രമേ അവിടെ തന്ത്രിയാവാനും പൂജാരിയാവാനും പറ്റുള്ളൂ. നോക്കൂ, ശ്രീനാരായണ ഗുരു തിരിച്ചു വന്ന് ഈ കാലത്താണ് ജീവിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് അവിടെ തന്ത്രിയാവാൻ പറ്റില്ല. ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അദ്ദേഹം ഈഴവ സമുദായത്തിൽ ജനിച്ചു എന്ന ഒറ്റ കാരണത്താൽ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലും ജാതി നോക്കി ഈ ജാതിക്കാണ് മൂല്യമുള്ളത് എന്ന് കൽപ്പിക്കുന്ന ഒരു വ്യവസ്ഥ നിലവിലുണ്ടെങ്കിൽ അതിനെ നമ്മൾ എതിർക്കേണ്ടതുണ്ട്. അമ്പലങ്ങളിൽ ഇന്ന് പോലും പ്രസാദം നൽകുന്ന സമയത്ത് തൊടാൻ പോലും പറ്റാതെ കൈകളിലേക്ക് എറിഞ്ഞാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം വളരെ കൃത്യമായി ഈ ബ്രാഹ്മണിക് സിസ്റ്റം നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പം ഈ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ സ്കൂളിങ്ങിലൊക്കെ സംവരണം കുറച്ചും കൂടി കൊണ്ടുവരണം എന്നുള്ളത്. ഇപ്പം ന്യൂ ജനറേഷൻ കുട്ടികളെ തന്നെ എടുക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും ഇപ്പം ലിംഗനീതിയുമായി ബന്ധപ്പെട്ട് ആണെങ്കിലും അല്ലെങ്കിൽ ഈ വർഗീയതയ്ക്കെതിരൊക്കെ ഇപ്പം ഏറ്റവും കൂടുതൽ പോരാടുന്നത് ഒരു പക്ഷേ നമ്മുടെയൊക്കെ ഒരു ഏജിലുള്ള ആളുകളായിരിക്കും. അത് നമ്മൾ സമ്മതിക്കുന്നു. ആ ആളുകളിലേക്ക് പോലും ജാതിയുടെ ഒരു പരിധിവരെ മതവുമായി ബന്ധപ്പെട്ടിട്ട് വരെ റിലീജിയസ് ആയിട്ടുള്ള പല ചട്ടക്കൂടുകളും ഈ ജനറേഷൻ പൊളിച്ചുകൊണ്ടേയിരിക്കുന്നൊരു ഘട്ടത്തിലാണ് നമ്മളത്. പക്ഷെ അപ്പോഴും ജാതിയിലെ പ്രശ്നങ്ങൾ, അതിൽ വരുന്ന ഓരോ ലെയർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല. ആ അർത്ഥത്തിൽ നമ്മൾ സത്യം പറഞ്ഞാൽ എന്താ പറയുക, ആ ഒരു അർത്ഥത്തിൽ നമുക്കൊരു ജാതി വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ആ ഒരു അറിവ് നമുക്ക് എവിടെയോ മിസ്സായിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായും നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ ഒരു മെറിറ്റോറിയസ് എന്ന് വിളിക്കുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് ഇന്ത്യക്കകത്ത് ഹിസ്റ്റോറിക്കലി എങ്ങനെയാണ് ഈ കമ്മ്യൂണിറ്റീസ് മാർജിനലൈസ്ഡ് ആയതെന്നും എന്തൊക്കെയാണ് അവരുടെ പോരാട്ടങ്ങളെന്നും അവരെങ്ങനെയാണ് ഇന്നത്തെ നിലയിലേക്ക് എത്തിയതെന്നും ഒക്കെ പഠിപ്പിക്കാത്തതിൻ്റെ അഭാവം തീർച്ചയായിട്ടും വലിയൊരു പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ന്യൂ ജനറേഷൻ ഇറ എന്ന് നമ്മൾ പറയുന്ന ഈ ഒരു ഇറക്കകത്തും ഇപ്പം ഭക്ഷണങ്ങളുടെ കാര്യം മാത്രം എടുത്താൽ മതി. ഓരോ ദിവസവും പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഹോട്ടലുകൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് തരം പ്യൂരിറ്റിയാണ് ഇവർക്ക് അവകാശപ്പെടാനുള്ളത്? ലോകത്ത് എവിടെയും നിങ്ങൾക്ക് ഈ സാധനം കാണാൻ പറ്റില്ല. എല്ലാ സ്ഥലത്തും വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ മാത്രമേ നിങ്ങൾക്ക് പ്യുവർ ആയിട്ടുള്ള വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാൻ ഉള്ള ആവത് ഉണ്ടാവുകയുള്ളൂ. അപ്പം ഇത്തരത്തിൽ പുതിയ കാലഘട്ടത്തിൽ ജാതീയത പുത്തൻ ഫോമുകൾ എടുത്തുകൊണ്ടാണ് നമ്മുടെ അരികിലേക്ക് വരുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ മറ്റ് കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുകയും അതിനെ മനസ്സിലാക്കുകയും ചെയ്യുന്ന പോലെ തന്നെ കാസ്റ്റിനെ ഒരു ഇഷ്യൂ ആയി അഡ്രസ്സ് ചെയ്യുവാനും ഉള്ളൊരു കാര്യം വിദ്യാഭ്യാസ സിസ്റ്റത്തിൻ്റെ ഭാഗമായി തന്നെ വരണം എന്നുള്ളതാണ് ഞാനും കരുതുന്നത്. അത് ഒരർത്ഥത്തിൽ ഇപ്പം നമ്മളിപ്പോൾ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുകയാണെങ്കിലും നമ്മൾ ആ ഓരോ റെപ്രസെൻറ്റേറ്റീവ്സ് അവിടെ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ആയിരിക്കില്ല. കാരണം അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇതിലെ പ്രശ്നം ഇതിങ്ങനെയല്ല, ഇതിങ്ങനെയാണ് പോകേണ്ടതെന്നുള്ള കുറച്ചും കൂടി ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നതിനെക്കാട്ടും നന്നായിട്ട് ദിനുവിനായിരിക്കും പറയാൻ സാധിക്കുക. അപ്പോൾ അത്തരത്തിലൊരു റെപ്രസെൻറ്റേഷൻ്റെ കുറവായിരിക്കില്ലേ ഒരു പക്ഷേ ഈ പാഠപുസ്തകങ്ങൾ ഇപ്പോഴും പഴയ രീതിയിൽ തന്നെ പോകുന്നതിനൊക്കെ ഒരു കാരണം? അതെ, തീർച്ചയായും കരിക്കുലം കമ്മിറ്റികൾക്കകത്ത് ഇത്തരം മാർജിനലൈസ്ഡ് ആളുകളുടെ റെപ്രസെന്റേഷൻ ഇല്ല. കാരണം അവിടെ റിസർവേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലല്ലോ. സ്വാഭാവികമായി മനുഷ്യനെങ്ങനെ കൂട്ടാണ്. മന്ത്രിസഭയിലൊക്കെ അതാ പറ്റുന്നത്. സ്വാഭാവികമായി നമ്മൾ മന്ത്രിസഭ ഉണ്ടാക്കുമ്പോൾ കേരളത്തിനകത്ത് വളരെ ചെറിയ പക്ഷമുള്ള നായന്മാരെന്ന് 5 മന്ത്രിമാരും നമുക്ക് അങ്ങനെ ഉണ്ടാവും. ഇത് സ്വാഭാവികമാണെന്നാണ് പറയുന്നത്. ഒരു പട്ടികവർഗ വകുപ്പ് മന്ത്രി പോലും വരാത്തത്, ഒരു വിഭാഗത്തിൽ നിന്ന് ഒരാൾ പോലും വരാത്തത്, അത് സ്വാഭാവികമായി ഞങ്ങൾ അങ്ങ് ഉണ്ടാക്കിയപ്പോൾ സംഭവിച്ചു എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സ്വാഭാവിക ഇടങ്ങളെ പൊളിക്കുവാനും ആ ഇടങ്ങളിൽ കൃത്യമായ ഇൻ്റർസെക്ഷനിലായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന അറിവ് എന്ന് പറയുന്ന ഒരു സാധനം, ഇപ്പം കൃഷ്ണൻ എന്താ കട്ട് തിന്നുള്ളത്, വെണ്ണ എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ജനറൽ നോളജ് ആണ് നമ്മുടേത്. പക്ഷെ അതേ സമയത്ത് ഇവിടുത്തെ ഒരു ആർട്ടിക്കിൾ 46 പ്രകാരം എന്താണ് മാർജിനലൈസേഷൻ, കമ്മ്യൂണിറ്റീസിനുള്ള റൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ നോളജ് ആവുന്നേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിൻ്റെ അറിവിനെ കൂടി പാഠപുസ്തകങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ അറിവിനെ കൂടെ എത്തിച്ചാലേ നമുക്ക് മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഝാൻസി റാണി ആരാന്ന് ചോദിച്ചാൽ ഇവിടെ ഏത് കുട്ടിക്കും പറയാൻ പറ്റും. പക്ഷെ ഉദാദേവി എന്ന് പറഞ്ഞ
ഈ പറയുന്ന പെപ്പൽ മരങ്ങൾക്ക് മുകളിൽ നിന്നുകൊണ്ട് ഷൂട്ട് ചെയ്തുകൊണ്ട് ബ്രിട്ടീഷുകാരെ വീഴ്ത്തിയിട്ടുള്ള ഒരാളെ കുറിച്ച് ആർക്കും നമുക്കറിയില്ല. ജാലിയൻവാലാ ബാഗിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് കൃത്യമായി. പക്ഷെ അതിനും 7 വർഷങ്ങൾക്ക് മുമ്പ് മങ്കർ എന്ന് പറയുന്ന സ്ഥലത്ത് 1500 ആദിവാസികളാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി മരിച്ചത്. ഇതൊരിക്കലും നമ്മുടെ പാഠപുസ്തകത്തിൽ നിന്ന് വരുന്നില്ല. പൊയ്കേലപ്പച്ചൻ കൃത്യമായി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കാണുന്നില്ല ഒരു അക്ഷരവും എൻ്റെ വംശത്തെ പറ്റി എന്ന്. അപ്പം ഈ അക്ഷരങ്ങളെ കാണാതെയും മായ്ച്ചു കളയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിനകത്തേക്ക് ഇൻഡിജിനസ് കമ്മ്യൂണിറ്റികളുടെ അറിവ് കൂടി വന്നാൽ മാത്രമേ ഇതിനൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അംബേദ്കറെ ഓർക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം കഴിഞ്ഞ ദിവസമല്ല, അദ്ദേഹത്തിൻ്റെ ജന്മദിന ദിവസം ഇതിനോട്ടൊരു വീഡിയോ ഞാൻ ശ്രദ്ധിക്കേണ്ടായിരുന്നു. ആരെങ്കിലും ഓർത്തോ എന്നുള്ള സാധനം. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ അംബേദ്കറെ ആണെങ്കിലും അയ്യങ്കാളിയൊക്കെ ആണെങ്കിലും നമ്മൾ മനഃപൂർവ്വം മറവിയിലേക്ക് വിടുന്നതായിട്ട് തോന്നുന്നില്ലേ? മറ്റ് നവോത്ഥാന നായകർ ആഘോഷിക്കപ്പെടുമ്പോഴും ഇപ്പം ശ്രീനാരായണ ഗുരുവരെ നമ്മൾ ആഘോഷിക്കേണ്ടതാണ്. ഓഫ് കോഴ്സ് നമ്മൾ എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളൊക്കെ നമ്മളെപ്പോഴും പറയണം. പക്ഷെ നമ്മൾ അതേസമയം നമ്മൾ അംബേദ്കറെയും അയ്യങ്കാളിയെയും അതുപോലെയുള്ള പഞ്ചമിയെയും ഒക്കെ നമ്മൾ ഓർമ്മിച്ചും പറഞ്ഞുകൊണ്ടേയിരിക്കണം. പക്ഷെ എവിടെയൊക്കെയോ വെച്ച് നമ്മളത് മിസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം സത്യം പറഞ്ഞാൽ സമൂഹം എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഉള്ളതല്ലേ? ചില ആളുകൾ മാത്രം ഇതെപ്പോഴും ഓർമ്മിച്ച് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു സംഭവമല്ലല്ലോ. ഉറപ്പായിട്ടും എനിക്ക് തോന്നിയിട്ട് കേരളത്തിൽ പലപ്പോഴും ഇപ്പോൾ പോലും രാജഭക്തി വിട്ടുമാറാത്തൊരു കേരളമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ സോഷ്യൽ മീഡിയ കാലത്ത് ജസ്റ്റ് ഒന്ന് ഫേസ്ബുക്കിൽ ഈ പറയുന്ന തിരുവിതാംകൂർ രാജകുടുംബം എക്സ് രാജകുടുംബമായി ബന്ധപ്പെട്ട് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. നമ്മൾ ഏതോ പാരലൽ യൂണിവേഴ്സിൽ എത്തിയ പോലെ അതെ, ഇവർ വരുന്നു, ആറ്റുകാൽ പൊങ്കാല നടക്കുമ്പോൾ ഇവർ അനുഗ്രഹം കൊടുക്കാൻ വേണ്ടി പോകുന്നു, തമ്പുരാട്ടിയുടെ കയ്യിൽ നിന്ന് ചായ കിട്ടി, ഇതൊക്കെ പറഞ്ഞിട്ട് വലിയ ആഘോഷങ്ങളാണ് നമുക്ക് പലപ്പോഴും കാണാൻ വേണ്ടി സാധിക്കുന്നത്. തിരുവിതാംകൂർ എന്ന് പറയുന്നത് പത്മനാഭന്റെ മണ്ണല്ല, അത് അയ്യങ്കാളിയുടെ മണ്ണാണെന്നാണ് നമ്മളൊക്കെ തിരിച്ച് അവരോടൊക്കെ പറയാറുള്ളത്. അപ്പോൾ മഹാത്മാ അയ്യങ്കാളി അടക്കമുള്ള ആളുകൾ ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൽ ഈ കാണുന്ന ഒരു പൊതു റോഡ് പോലും ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ കൃത്യമായി ഒരു പൊതു കേരളം ഉണ്ടായത് വളരെ കൃത്യമായി മഹാത്മാ അയ്യങ്കാളിയും പൊയ്കേലപ്പച്ചനും ദാക്ഷായണി വേലായുധനും ഒക്കെ അടക്കമുള്ള ആളുകളുടെ നിതാന്തമായ പരിശ്രമത്തിലൂടെയാണ് ഒരു പൊതു കേരളം ഉണ്ടായിട്ടുള്ളത്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, പ്രജാസഭയ്ക്കകത്ത് അപ്പർ കാസ്റ്റ് കമ്മ്യൂണിറ്റിയിലെ റെപ്രസെൻറ്റേറ്റീവ് മാത്രമായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഇന്നും സവർണ്ണ സമുദായത്തിൽപ്പെട്ട ആളുകൾ ക്ലാസ് റൂമിൽ ഷർട്ട് ഇടാതെ വന്നേനെ. അവർ ഷർട്ട് എടുക്കാൻ പഠിപ്പിച്ചത് യഥാർത്ഥത്തിൽ മഹാത്മാ അയ്യങ്കാളി അടക്കമുള്ള ആളുകളാണ്. അപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിനകത്ത് പലപ്പോഴും ഇവരെ മനഃപൂർവ്വം മായ്ച്ചു കളയാറുണ്ട്. ആ സ്ഥലത്ത് പലപ്പോഴും മറ്റു ചരിത്രങ്ങളെ ഞങ്ങളാണ് നിങ്ങൾക്കെല്ലാം നേടിത്തന്നത് എന്ന രീതിയിലുള്ള ചില പാർട്ടി ക്ലാസ്സുകളുടെ പ്രശ്നം കൂടെ അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം കേരളത്തിൻ്റെ യഥാർത്ഥ ഹിസ്റ്ററി എന്താണെന്നും ആ ഹിസ്റ്ററിക്കകത്ത് യഥാർത്ഥത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത റെനസൻസ് ലീഡേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് കൃത്യമായി അടയാളപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ പാഠപുസ്തകങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് കാലാകാലങ്ങളിൽ അവരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അംബേദ്കറിനെ കുറിച്ച് പറയുന്ന സമയത്ത് നോക്കൂ, ഇന്നത്തെ ഇന്ത്യയുടെ ഒരു ഫാസിസ്റ്റ് നേച്ചറിൻ്റെ അകത്ത് ഇന്ത്യക്ക് എന്താണ് പ്രതിരോധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശക്തമായി അംബേദ്കറൈറ്റ് ആയിട്ടുള്ള പൊളിറ്റിക്സിനകത്തും അംബേദ്കറൈറ്റ് ആയിട്ടുള്ള പ്രതിരോധങ്ങൾക്കകത്തും മാത്രമാണ് അതിൻ്റെ ഒരു റെസിസ്റ്റൻസിൻ്റെ റൂട്ട് കിടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അംബേദ്കർ ജയന്തിയുടെ കാര്യം മാത്രം എടുത്താൽ മതി. ഇതെന്തോ പട്ടികജാതിക്കാർക്ക് വേണ്ടി ഭരണഘടന എഴുതിയ മനുഷ്യനൊന്നും അല്ലല്ലോ, എല്ലാവർക്കും വേണ്ടി ഭരണഘടന എഴുതിയ മനുഷ്യനാണ്. മെയ് ദിനം നമ്മൾ ആഘോഷിക്കുന്നു. മെയ് തൊഴിലാളികൾക്ക് തൊഴിൽ 8 മണിക്കൂറും വിശ്രമം 8 മണിക്കൂറും ആക്കിയത്, ബേസിക് ആയിട്ടുള്ള ഇൻഷുറൻസ് സ്കീമുകളെ അടയാളപ്പെടുത്തിയത്, തൊഴിലാളി നിയമങ്ങൾ നടപ്പിലാക്കിയത്, അതൊക്കെ ചെയ്ത ഒരാളാണ് അംബേദ്കർ എന്ന് പറയുന്നത്. അപ്പം ഇത്തരം മൾട്ടിപ്പിൾ ഏരിയകളിൽ ഇന്ത്യക്കകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരാളെ ഓർക്കേണ്ട ചുമതല ഇന്ത്യയിലെ ദളിതർക്കും ആദിവാസികൾക്കും മാത്രമല്ല എല്ലാ ജനവിഭാഗങ്ങൾക്കും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായി ഇന്ത്യയോട് ദേശസ്നേഹമുള്ള മനുഷ്യന്മാർ, കേരളത്തിൻ്റെ ചരിത്രത്തോട് സ്നേഹമുള്ള മനുഷ്യന്മാർ, ഇവരൊക്കെ ഓർക്കേണ്ട പേരാണ് ഈ പേരുകളൊക്കെ തന്നെ എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ന്യൂനപക്ഷങ്ങൾ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ത്യയിൽ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദളിതരായിക്കോട്ടെ, മുസ്ലിങ്ങളായിക്കോട്ടെ, കർഷകരായിക്കോട്ടെ, അങ്ങനെ എല്ലാ ടൈപ്പ് മനുഷ്യന്മാരെയും തേടി പിടിച്ച് വേട്ടയാടുകയാണ്. ആൾക്കൂട്ട കൊലകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു സംഘപരിവാറിൻ്റെ അജണ്ട അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ആ ഇന്ത്യക്കകത്ത് നമ്മളിപ്പം ജാതിക്കെതിരെയും ഇതിനെതിരെയൊക്കെ നമ്മൾ നിരന്തരം സംസാരിച്ചു കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു ഫലം ഉണ്ടാകുന്നില്ല. അതേപോലെ തന്നെ നമ്മൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി സംഘപരിവാറിനോട് ഒരിക്കലും ചേരാത്തൊരു മണ്ണാണ് നമ്മുടെ കേരളത്തിൻ്റെ മണ്ണ്. നമ്മളിപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഇടതുപക്ഷ സർക്കാരും കൂടിയാണ്. പക്ഷെ എന്നിട്ടും കേരളത്തിനകത്തും നമുക്ക് ജാതിക്കെതിരെ എന്തെങ്കിലും ഒരു പുതിയ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്കൊരു നവോത്ഥാനമായിട്ട് ഇങ്ങനെ ഒരു
സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയാൻ പോലും നമുക്ക് സാധിക്കുന്ന ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ത്യ എന്നുള്ളൊരു വലിയൊരു സ്പേസിൽ ചിന്തിക്കുമ്പോഴും കേരളം എന്നുള്ള നമ്മുടെ ഒരു കൊച്ചു സംസ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഇവിടെ എല്ലാം ഈ ഒരു കാര്യത്തിൽ മാത്രം ഒരു സമാന രീതിയിലാണ് പോരാട്ടങ്ങൾ നടക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഫലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിലൊരു പ്രശ്നം നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി ആരായിരിക്കും നമ്മുടെ ഒരു ഹോപ്പ് എന്നുള്ളൊരു സാധനം നിൽക്കുന്നില്ലേ? അംബേദ്കർ കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ മറ്റെന്തിനെതിരെ പോരാടുന്ന സമയത്ത് നിങ്ങൾക്കൊപ്പം ഒരുപാട് മനുഷ്യർ വരും. പക്ഷെ എപ്പോഴാണോ നിങ്ങൾ ജാതീയതയ്ക്കെതിരെ പോരാടുന്നത് ആ സമയങ്ങളിൽ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമെന്ന് അംബേദ്കർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു കമ്മ്യൂണിറ്റി പോലും സമരം ചെയ്യാതെ, ഒരു ദിവസം പോലും ഒരു പണിമുടക്കില്ലാതെ, ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പോലും സർക്കാരിനോട് ആവശ്യപ്പെടാതെയാണ് മുന്നോക്ക സമുദായത്തിന് വേണ്ടിയുള്ള സംവരണം ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. മറ്റൊരു കാര്യത്തിലും ഇങ്ങനെ ഷഡപടയുന്ന ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ എന്ത് തീരുമാനിക്കുന്നു അത് തന്നെ നടപ്പിലാക്കുക എന്നുള്ളൊരു കാര്യം കേരളത്തിനകത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾ ജാതി സർവേ നടത്തുന്ന സമയത്ത് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ റഹീം MP ആണെന്ന് തോന്നുന്നു എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഈ പറയുന്ന ജാതി സെൻസസ് കൊണ്ടുവരുന്നത് രാഷ്ട്രീയ നേട്ടത്തിനാണ്. അപ്പോൾ ഇവിടുത്തെ സർക്കാരിന് രാഷ്ട്രീയ നേട്ടത്തിൽ താല്പര്യമില്ലേ? ഇവർക്ക് ജാതി സർവേ നടത്തിയിട്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാമല്ലോ. അപ്പം 40,000-ഓളം ജാതി കോളനികളിലാണ് ഇന്നും കേരളത്തിലെ ദളിത് ആദിവാസി ജനവിഭാഗത്തിലെ ഭൂരിഭാഗം പേരും ജീവിക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പം ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കി എന്നൊക്കെ ഇവർ പറയുന്ന സമയത്ത് ആർക്കാണ് ഭൂമി ലഭിച്ചത് എന്നുള്ളത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ഈ 40,000 കോളനികളിലുള്ളവരെ പുതിയ ഫ്ലാറ്റ് പദ്ധതികൾ കൊണ്ടുവന്നുകൊണ്ട് ആധുനിക ഫ്ലാറ്റ് കോളനി പദ്ധതികളിലേക്ക് മാറ്റുക എന്നുള്ളതല്ല നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ കൃത്യമായി കൊണ്ട് ഇപ്പോൾ നടക്കുന്ന കാസ്റ്റ് സെൻസസ് പോലുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് ഏതൊക്കെ മേഖലയിലാണ് ഈ വിഭാഗങ്ങളുടെ റെപ്രസെൻറ്റേഷൻ കുറവുള്ളതെന്ന് പരിശോധിച്ച് ആ ഇടങ്ങളിൽ റെപ്രസെൻറ്റേഷൻ കൂട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച എയ്ഡഡ് കോളേജുകളുടെ കാര്യത്തിൽ സർക്കാരിന് തന്നെ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടേക്ക് പോകാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ നാളിതുവരെയായിട്ടും ഒരു ഇടതുപക്ഷ സർക്കാരിന് ആ കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് ഉറപ്പിച്ച് മാറ്റം വരുത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഇപ്പം SC/ST വിഭാഗം കുട്ടികളുടെ ഗ്രാൻഡ് കാര്യം എത്രയോ കാലമായി റിസർച്ചേഴ്സിൽ പലർക്കും ഗ്രാൻഡ് കിട്ടാതെ അവർ മറ്റ് പല തൊഴിലുകളെ തെങ്ങുകയറ്റം അടക്കമുള്ള പാരമ്പര്യമായി ഈ ജനത ചെയ്യേണ്ടി വന്ന തൊഴിലുകളിലേക്ക് തിരിച്ചു പോവുകയാണ് റിസർച്ച് സ്കോളേഴ്സ് അടക്കമുള്ള ആളുകൾ. പക്ഷെ മുന്നോക്ക സമുദായ കോർപ്പറേഷൻ നൽകുന്ന വിദ്യാസമുന്നതി സ്കോളർഷിപ്പ് മുടങ്ങിക്കിടന്നു. ആ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും പ്രശ്നം അനുഭവിച്ചോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ വളരെ കൃത്യമായിക്കൊണ്ട് നമ്മൾ നടത്തുന്ന പല സ്കീമുകൾക്കകത്തും വരുന്ന കാലതാമസങ്ങളെയൊക്കെ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പം അഡിക്വേറ്റ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ, ഭൂവിതരണത്തിലുള്ള ഇനി വീണ്ടും കൃത്യമായൊരു ഭൂവിതരണം, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്തുള്ള മാറ്റങ്ങൾ, ഇത്തരത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ കേരളത്തിനകത്തും തീർച്ചയായിട്ടും വരേണ്ടതായിട്ടുണ്ട്. ഇപ്പം ജാതി സെൻസസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പം ജാതി സെൻസസ് എല്ലാ തവണയും പ്രതിപക്ഷം ഉന്നയിച്ചൊരു ഇന്ത്യ മുന്നണി എപ്പോഴും ആവശ്യപ്പെട്ടൊരു ഏറ്റവും ആവശ്യമുള്ളൊരു സാധനമായിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് ആയിക്കോട്ടെ, CPIM ആയിക്കോട്ടെ, എല്ലാവരും ജാതി സെൻസസ് നിരന്തരം ആവശ്യപ്പെട്ടപ്പോഴും അപ്പോഴൊന്നും ഒരു സ്റ്റാൻഡ് എടുക്കാത്ത കേന്ദ്ര സർക്കാർ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പോടെയായിട്ട് ഒരു പ്രഖ്യാപനം നടത്തുകയാണ്, ജാതി സെൻസസ് നടത്താൻ പോകുന്നു എന്നുള്ളത്. അത് ആത്മാർത്ഥമായിട്ട് ജാതി സെൻസസ് നടത്തണം എന്നുള്ളത് കൊണ്ടാണോ, അല്ലെങ്കിൽ അതുവഴി ദളിതരുടെ ഒരു വോട്ടും കൂടി കിട്ടിക്കോട്ടെ എന്നുള്ളൊരു ചിന്തയാണോ എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരു ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന BJP സർക്കാരിന് ദളിതരുടെയും ആദിവാസികളെയും നന്മ ആലോചിച്ച് ജീവിക്കേണ്ട ഒരു മനുഷ്യന്മാരല്ലല്ലോ. അവരെ സംബന്ധിച്ച് സമത്വ സുന്ദരമായൊരു ബ്രാഹ്മണി കിണാശ്ശേരി ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കുക, ഹിന്ദുരാഷ്ട്രത്തിന് ശേഷം ഈ മനുഷ്യന്മാരെ, മുസ്ലിങ്ങളെയും ദളിതരെയും ആദിവാസികളെയും ഒക്കെ ഇല്ലാണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ അത്യന്തികമായ ലക്ഷ്യം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇലക്ഷൻ മുന്നിൽ കണ്ട് തന്നെ അവർ ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷെ അപ്പോഴും ഞാൻ കാണുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ BJP സർക്കാർ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന മാർജിനലൈസ് ജനവിഭാഗങ്ങളെ കുറച്ചുകൂടെ റെപ്രസെൻറ്റേഷനിൽ മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. കൃത്യമായ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ ഭാഗമായി അത്തരം ഒരു അജണ്ട ഇവർ നടത്തിക്കൊണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ പ്രതിരോധം ഉയർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഇടതുപക്ഷമായാലും UDFിൻ്റെ ഭാഗത്തുള്ള സഖ്യകക്ഷികളായാലും അവർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഇതിന് ബദലായിക്കൊണ്ട് റെപ്രസെൻറ്റേഷൻ്റെ പൊളിറ്റിക്സ് ആണ് ചെയ്യേണ്ടത്. കേരളത്തിൽ രസകരമായുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണ ജയന്തിക്ക് ബദലായിക്കൊണ്ട് പുരോഗമന ശ്രീകൃഷ്ണ ജയന്തി നടത്തിയൊരു നാടാണ് നമ്മളുടേത്. അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിക്ക് ബദൽ പുരോഗമന ശ്രീകൃഷ്ണ ജയന്തി അല്ലല്ലോ. അതിന് ബദൽ വളരെ കൃത്യമായി ഹിന്ദുത്വ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള സംസാരവും ഉൾച്ചേർക്കലും ഒക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്താണ് പുരോഗമനപരം എന്ന് കരുതുന്നതിനകത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പം ഈ പറയുന്ന രീതിയിൽ BJP സർക്കാർ ഈ വിഭാഗങ്ങളെ ഒരു വോട്ട് ബാങ്കായി കണക്കാക്കിക്കൊണ്ട് അതിനു വേണ്ടിയുള്ള നടപടികൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അത് ആത്മാർത്ഥമല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ബദലാകേണ്ട രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നയത്തിനകത്ത് ഇവ ഉൾപ്പെടുത്തുമ്പോൾ പോലും അത് നടപ്പിലാക്കാനുള്ള ഒരു ആർജവം കാണിച്ചാൽ മാത്രമേ ഇവരുടെ ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിനെ നമുക്ക് പൊളിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്ന് തന്നെയാണ് കരുതുന്നത്. കുറച്ച് വ്യക്തിപരമായിട്ടുള്ള കാര്യം ചെയ്യാം. എപ്പോഴും എന്തെങ്കിലുമൊക്കെ അനീതികൾ നടക്കുമ്പോൾ അത് നിയമപരമായിട്ട് പോകേണ്ടതാണെങ്കിൽ അങ്ങനെയും, അല്ലെങ്കിൽ ഒരു പ്രതിഷേധമായിട്ടാണെങ്കിൽ അങ്ങനെയും നീങ്ങുന്ന ഒരാളാണ് ദിനു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം അടുത്ത് ഒരു നെയിം ബോർഡിൻ്റെ പേരിൽ പോലും നിങ്ങളൊരു വോയിസ് റേസ് ചെയ്യുന്നു, അതിലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഫലം ഉണ്ടാകുന്നു. അത്തരത്തിൽ നിരന്തരം ഇടപെടുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഏതെങ്കിലും തരത്തിൽ സംഘപരിവാറിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ടോ? എനിക്കിതുവരെ അങ്ങനെ നേരിട്ടൊരു ആക്രമണം എന്ന രീതിയിൽ നേരിടേണ്ടി വന്നിട്ടില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ഫോൺ വിളിച്ചുകൊണ്ട്, ഇവർക്ക് അറിയാവുന്ന ഒരു ഭാഷ തെറിയാണല്ലോ, അപ്പോൾ ഫോൺ വിളിച്ചുകൊണ്ട് തെറി വിളിക്കുക എന്നുള്ള സാധനമാണ് വളരെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം. ഫോണിലൂടെ തെറി വിളിക്കുക, സോഷ്യൽ മീഡിയയിൽ നമ്മൾ സംസാരിക്കുന്നതിനെക്കുറിച്ച് മീഡിയയിൽ സംസാരിക്കുന്നതിന് അടിയിൽ വന്ന് തെറി വിളിക്കുക, ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഇവർ ഇപ്പോഴും ഒരു 21-ാം നൂറ്റാണ്ടിലെ പൗരനൊന്നുമായിട്ട് മാറിയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഭാഷ അതാണ്, അവരുടെ ആർഷഭാരത സംസ്കാരം അതാണ്. പലപ്പോഴും ഇപ്പം അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ നിൽക്കാറില്ല. അത്തരം കോളുകൾ വരുന്ന സമയത്ത് അത് കട്ട് ചെയ്ത് പോവുക എന്നുള്ളത് തന്നെയാണ് പലപ്പോഴും ചെയ്യാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ നെഗ്ലക്ട് ചെയ്ത് വിടാറാണ്. ഇനി ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കകത്ത് നിയമപരമായ ഇടപെടൽ നടത്തണം എന്ന് തോന്നുകയാണെങ്കിൽ അതും ചെയ്യാറുണ്ട്.